ഹായ് സ്റ്റുഡൻസ്, അപ്പൊ നമ്മൾ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് സെക്ഷൻ, അതായത് ഇക്വലൻസ് റിലേഷൻ എന്നുള്ള സെക്ഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഫസ്റ്റ് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് അതിന്റെ തുടർച്ചയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് 8th ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് 8th ക്വസ്റ്റ്യൻ പറയുന്നത്? ഷോ ദാറ്റ് ദ റിലേഷൻ ആർ ഇൻ ദ സെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 given by r is equal to set ordered by AB such that modulus of A minus B is even is an equivalence relation. നോക്കിയേ, ഇവിടെ ഒരു സെറ്റ് തന്നിട്ടുണ്ട്. ഏതാണ്? 8th ക്വസ്റ്റ്യൻ ആണ്. എ എന്ന് പറയുന്ന സെറ്റ് 1 2 3 4 5. ഇതാണ് റിലേഷൻ പറഞ്ഞിരിക്കുന്നത്. ഓർഡേർഡ് പെയർ AB such that mod A minus B is even. ഇതാണ് റിലേഷൻ പറഞ്ഞിരിക്കുന്നത്. ഇത് ഇക്വലൻസ് റിലേഷൻ ആണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോ സിമെട്രിക്, റിഫ്ലക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഈ സെറ്റിനകത്തുനിന്ന് ഈ റിലേഷൻ ഇതിന്റെ റോസ്റ്റർ ഫോമിലേക്ക് മാറ്റി എഴുതിയിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഇല്ല, എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി എളുപ്പം നമുക്ക് ജനറലൈസ്ഡ് ഫോം എഴുതുന്നതായിരിക്കും. കാര്യം ഈ സെറ്റിനകത്ത് മാത്രമല്ല, ഒരു ഇന്റിജർ അല്ലെങ്കിൽ ഒരു നാച്ചുറൽ നമ്പറിനകത്ത് ഡിഫൈൻ ചെയ്യുന്നതാണെങ്കിലും എ മൈനസ് ബി, മോഡ് എ മൈനസ് ബി ഈസ് ഈവൻ എന്നുള്ളത് ഇക്വലൻസ് റിലേഷൻ ആയിട്ട് വരും. ഓക്കെ, അപ്പൊ നമുക്ക് ജനറലൈസ് ചെയ്ത് പ്രൂവ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പൊ ഞാൻ അതുകൊണ്ട് ആ ഒരു മെത്തേഡ് നോക്കുന്നു. ഫസ്റ്റ് റിഫ്ലക്സീവ് ആണെന്ന് കാണിക്കാൻ പോവാണ്. റിഫ്ലക്സീവിന്റെ എല്ലാ എലമെന്റ്സിനും അതിനോട് റിലേഷൻ വേണം. ഇവിടെ 1 to 5 നമ്പേഴ്സ് മാത്രം നോക്കിയാൽ മതി. നമുക്കറിയാം എ മൈനസ് എ ഈക്വൽ ടു 0. 0 ഒരു ഈവൻ നമ്പർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈസ് ഈവൻ, അത് ഈവൻ ആണ്. therefore എ ബിലോങ്സ് ടു ആർ ഫോർ ഓൾ എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ. ഇതിനകത്തുള്ള ഏതൊക്കെ എ ഉണ്ടോ, ഏതൊക്കെ എലമെന്റ്സ് ഉണ്ടോ അതിനെല്ലാം അതിനോട് തന്നെ റിലേഷൻ ഉണ്ട്. കാര്യം എന്താ, സോറി, എ മാത്രം എഴുതരുത്. മോഡ് എ മൈനസ് എ ഈക്വൽ ടു 0 ഇതാണ് വേണ്ടുന്നത്. ഓക്കെ, മോഡ് എ മൈനസ് എ 0 ആയതുകൊണ്ട് അത് ഈവൻ ആയതുകൊണ്ടും എ ബിലോങ്സ് ടു ആർ ആയിരിക്കും. കാര്യം എന്താ, മോഡ് എ മൈനസ് ബി ഈവൻ ആകണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ കണ്ടീഷൻ, എ ബി എലമെന്റ് ആകാൻ വേണ്ടിയിട്ട്. ഓക്കെ, therefore ആർ ഈസ് റിഫ്ലക്സീവ് അല്ലെ, ആറ് അതുകൊണ്ട് റിഫ്ലക്സീവ് ആവും. അടുത്തത് സിമെട്രിക്കിന്റെ കേസ് നോക്കാം. സിമെട്രിക് ആണെങ്കിൽ എ ബി ബിലോങ്സ് ടു ആർ. എ ബി ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് നമുക്ക് എങ്ങനെ എഴുതാം? മോഡ് എ മൈനസ് ബി ഈസ് ഈവൻ. മോഡ് എ മൈനസ് ബി ഈവൻ ആണെങ്കിൽ മോഡ് ബി മൈനസ് എ എന്തായിരിക്കും? ഇറ്റ് ഈസ് ഓൾസോ ഈവൻ. കാര്യം എ മൈനസ് ബിയും ബി മൈനസ് എയും തമ്മിലുള്ള റിലേഷൻ എന്താ? എ മൈനസ് ബിയുടെ നെഗറ്റീവ് ആണ് ബി മൈനസ്. അപ്പോ എ മൈനസ് ബിയുടെ മോഡുലസ് എടുക്കുന്നതും ബി മൈനസ് എയുടെ മോഡുലസ് എടുക്കുന്നതും അപ്പൊ എന്തായിരിക്കും? സെയിം ആയിരിക്കും. കാര്യം എന്താ, എ മൈനസ് ബിയുടെ നെഗറ്റീവ് ആണ് ബി മൈനസ്. അപ്പൊ മോഡുലസ് എടുക്കുമ്പോൾ രണ്ടും ഈക്വൽ ആയിട്ട് കിട്ടും. അപ്പൊ എ മൈനസ് ബി ഈവൻ ആയതുകൊണ്ട് ബി മൈനസ് എയും എന്തായിരിക്കും? ഈവൻ തന്നെ ആയിരിക്കും. ബി മൈനസ് എ ഈസ് ഈവൻ, therefore ബി എ ബിലോങ്സ് ടു ആർ. therefore ആർ ഈസ് സിമെട്രിക്. ആറ് സിമെട്രിക്. ഇനി ട്രാൻസിറ്റീവിന്റെ കേസിലേക്ക് നോക്കാം. എന്താ ട്രാൻസിറ്റീവ് വരുന്നത്? എ ബി ബിലോങ്സ് ടു ആർ, ബി സി ബിലോങ്സ് ടു ആർ. എ ബിയും റിലേഷണൽ എലമെന്റ് ആണ്, ബി സിയും റിലേഷണൽ എലമെന്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കുക, മോഡ് എ മൈനസ് ബി ഈസ് ഈവൻ ആൻഡ് മോഡ് ബി മൈനസ് സി ഈസ് ഈവൻ. എന്തുകൊണ്ട് അങ്ങനെ എഴുതാൻ പറ്റിയത്? എ ബി റിലേഷണൽ എലമെന്റ് ആയതുകൊണ്ട് മോഡ് എ മൈനസ് ബി ഈവൻ ആയിരിക്കും. ബി സി റിലേഷണൽ എലമെന്റ് ആയതുകൊണ്ട് മോഡ് ബി മൈനസ് സി ഈവൻ ആയിരിക്കും. മോഡ് എ മൈനസ് ബി ഈവൻ ആണെങ്കിൽ എ മൈനസ് ബി എന്തായിരിക്കും? ഈസ് ഈവൻ ആയിരിക്കത്തില്ലേ? നിശ്ചയം ചിലപ്പോൾ അതിന്റെ നെഗറ്റീവോ പോസിറ്റീവോ വരുന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ 2 വരുന്നതിന് പകരം ചിലപ്പോൾ -2 വരുന്നു. ആ വ്യത്യാസമേ ഉള്ളൂ. എങ്കിലും ഒരു നെഗറ്റീവ് ഈവൻ നമ്പർ ആണല്ലോ വരുന്നത്. അതേപോലെ ഇവിടെയും നമുക്ക് എങ്ങനെ എഴുതാം? ആൻഡ് ബി മൈനസ് സി ഈസ് ഈവൻ. രണ്ട് ഈവൻ നമ്പേഴ്സ് ആഡ് ചെയ്താൽ എപ്പോഴും എന്തേ കിട്ടത്തുള്ളൂ? ഈവൻ നമ്പറേ കിട്ടത്തുള്ളൂ. അപ്പൊ ഇതിന്റെ സമ്മം എടുത്തു നോക്കാം. മോഡ് എ മൈനസ് ബി പ്ലസ്, സോറി, മോഡ് എ മൈനസ് ബി അല്ല, എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി. എന്തായാലും ഇത് ഈവൻ ആണ്, ഇത് ഈവൻ ആണ്. സം ഓഫ് ടു ഈവൻ നമ്പർ ഈസ് ഓൾവേസ് ആൻ ഈവൻ നമ്പർ. ഇപ്പൊ ഇവിടെ മൈനസ് ബിയും ബി ഇവിടെ ക്യാൻസൽ ചെയ്തിട്ട് എ മൈനസ് സി എന്ന് കിട്ടും. ഈസ് ഈവൻ. അപ്പൊ എ മൈനസ് സി ഈവൻ ആണ്. എ മൈനസ് സി ഈവൻ ആണെങ്കിൽ അതിന്റെ മോഡുലസും ഈവൻ ആയിരിക്കത്തില്ലേ? മോഡ് എ മൈനസ് സി ഈസ് ഈവൻ. മോഡ് എ മൈനസ് സി ഈവൻ ആണെങ്കിൽ നമ്മുടെ റിലേഷൻ പ്രകാരം എങ്ങനെ എഴുതാം?
AC belongs to R. AB belongs to R, BC belongs to R, which implies AC belongs to R. Therefore, R is transitive. R transitive. Here R is reflexive, symmetric, and transitive. Therefore, R is an equivalence relation. Okay, 9th question നോക്കാം. എന്താണ് 9th question പറയുന്നത്? Show that each of the relation R in the set A is equal to set X belongs to Z such that 0 less than or equal to X less than or equal to 12 given by first question R is equal to set ordered pair AB such that mod A minus B is a multiple of 4. Second question, R is equal to set ordered pair AB such that A equal to B is an equivalence relation. Find the set of all elements related to 1 in each case. Okay, എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? ഒരു സെറ്റ് തന്നിട്ടുണ്ട്. X belongs to Z such that X integer ആണ്. ഇടയാ 0 less than or equal to X less than or equal to 12. അപ്പൊ അങ്ങനെയുള്ള ആ സെറ്റ് എ എന്ന് പറയുന്ന സെറ്റ് 9th question ആണ്. എ എന്ന് പറയുന്ന സെറ്റ് അപ്പൊ ശരിക്കും എന്തുവാ 0, 1, 2 എക്സെട്ര അപ് ടു 12. ഇതല്ലേ പറഞ്ഞിരിക്കുന്നത്? ഇതാണ് എ എന്ന് പറയുന്ന സെറ്റ്. ഇനി അടുത്തതിനകത്ത് 2 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു സെറ്റുമായി റിലേറ്റ് ചെയ്ത് 2 റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, R is equal to ordered pair AB such that mod A minus B is a multiple of 4 എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഫസ്റ്റ് വൺ, R is equal to ordered pair AB such that mod A minus B is a multiple of 4. ഇതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് അല്ലെ? അപ്പോ ഇവിടെ നിന്നുകൊണ്ട് നമുക്കിതൊരു ഇക്വലൻസ് റിലേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഒപ്പം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഇവിടെ നിന്നും 1ഉമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എലമെന്റ്സിന്റെ സെറ്റും എഴുതണം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ സെറ്റിന്റെ ഈ റിലേഷന്റെ റോസ്റ്റർ ഫോം എഴുതിയിട്ട് പ്രോബ്ലം ചെയ്യണമെങ്കിൽ ചെയ്തു പോകാം. ജനറലൈസ് ചെയ്ത് ചെയ്യുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ആ റോസ്റ്റർ ഫോം ഒക്കെ എഴുതി എല്ലാ എലമെന്റ്സും കണ്ടുപിടിച്ചിട്ട് പിന്നീട് അവിടെ നിന്ന് ചെയ്തു വരണം. അതിനേക്കാൾ ജനറലൈസ് ചെയ്ത് ചെയ്യുന്നതാണ് നല്ലത്. ഇക്വലൻസ് റിലേഷൻ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ആദ്യം റിഫ്ലെക്സീവിന്റെ കേസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെയാ വരുന്നേ? A minus A equal to 0 is a multiple of 4. Multiple of 4 means integer multiple of 4 ആണ് അല്ലെ? മൾട്ടിപ്പിൾ ഞാൻ നമുക്ക് തന്നെ ഇന്റിജർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കാര്യം 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണത്? 0 കിട്ടും. 4 into 0 എന്ന് പറയുന്നത് നമ്മൾ നോക്കുമ്പോൾ നോർമലി 4ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ 4, 8, 12, 16 എന്നാണ് പറയുന്നതെങ്കിലും ഇന്റിജർ മൾട്ടിപ്പിൾ വരുമ്പോൾ 0, -4, -8 ഇതെല്ലാം അതിനകത്ത് എന്ത് ചെയ്യും? ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, അപ്പോ 0 ഇപ്പൊ 4ന്റെ മൾട്ടിപ്പിൾ ആണിത്. ഇന്റിജറിന്റെ കേസിലായതുകൊണ്ട് 4ന്റെ മൾട്ടിപ്പിൾ ആണ് 0യും. അപ്പോ അങ്ങനെ നോക്കുകയാണെങ്കിൽ A belongs to R ആണ്. കാര്യം എന്താ? മുള്ളസുണ്ട് A belongs to R ആണ്. കാര്യം എന്താ? മോഡ് A minus B മൾട്ടിപ്പിൾ ഓഫ് 4 ആണെങ്കിൽ AB belongs to R ആണ്. അപ്പോ മോഡ് A minus A മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. Therefore ordered pair AA belongs to R ആണ്. For all A belongs to capital A. സെറ്റിലെ എല്ലാ എലമെന്റ്സിനും ഇത് ബാധകം. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? Therefore R is റിഫ്ലെക്സീവ്. അതുകൊണ്ട് R റിഫ്ലെക്സീവ് ആണ്. ഇനി സിമെട്രിക്കിന്റെ കേസ് നോക്കാം. AB belongs to R ആണ്. Implies mod A minus B is a multiple of 4. മോഡ് A minus B multiple of 4 ആണെങ്കിൽ മോഡ് B minus Aയും എന്ത് തന്നെയായിരിക്കും? മൾട്ടിപ്പിൾ ഓഫ് 4 ആയിരിക്കും. ഞാൻ പറഞ്ഞു ഇവിടെ നെഗറ്റീവിന്റെ വേരിയേഷനെ A minus Bക്കും B minus Aക്കും ഇടയ്ക്ക് വരത്തുള്ളൂ. അപ്പൊ മോഡുലസ് എടുക്കുമ്പോൾ രണ്ടും സെയിം തന്നെ ആയിരിക്കും. ഇറ്റ് ഇംപ്ലൈസ് BA belongs to R. BA belongs to R ആണ്. AB belongs to R implies BA belongs to R. Therefore R is symmetric. ഇനി ട്രാൻസിറ്റീവിന്റെ കേസ്, ഇത് നമ്മൾ നേരത്തെ ചെയ്തതിന്റെ കൂട്ട് തന്നെയാണ്. AB belongs to R and BC belongs to R implies അങ്ങനെ എഴുതാം മോഡ് A minus B and മോഡ് B minus C are multiples of 4.
ഇത് രണ്ടും 4ന്റെ മൾട്ടിപ്പിൾസ് ആണ്. മോഡ് എ മൈനസ് ബിയും മോഡ് ബി മൈനസ് സിയും 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? എ മൈനസ് ബി ആൻഡ് ബി മൈനസ് സി ആർ മൾട്ടിപ്പിൾസ് ഓഫ് 4 അല്ലെ? കാര്യം എന്താ? നെഗറ്റീവിന്റെ വേരിയേഷൻ മോഡൽസ് എടുക്കുമ്പോൾ അത് പോസിറ്റീവ് ആവുന്ന വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ ഒരു നമ്പറിന്റെ കറസ്പോണ്ടിങ് നെഗറ്റീവ് എന്ന് പറയുന്നതും അതിന്റെ തന്നെ 4ന്റെ ഇപ്പൊ പോസിറ്റീവ് നമ്പറിന്റെ കറസ്പോണ്ടിങ് നെഗറ്റീവും 4ന്റെ തന്നെ മൾട്ടിപ്പിൾസ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇനി ഈ രണ്ട് മൾട്ടിപ്പിൾസ് 4ന് രണ്ട് മൾട്ടിപ്പിൾസ് ആഡ് ചെയ്താൽ നമുക്ക് എന്തേ കിട്ടത്തുള്ളൂ? മൾട്ടിപ്പിൾസ് ഓഫ് 4 തന്നെ കിട്ടത്തുള്ളൂ. അപ്പം എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി ഈക്വൽ ടു അത് എ മൈനസ് സി ആണ്, അതും മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. അത് എ മൈനസ് സി മൾട്ടിപ്പിൾ ഓഫ് 4 ആയതുകൊണ്ട് മോഡ് എ മൈനസ് സി എന്തായിരിക്കും? മൾട്ടിപ്പിൾ ഓഫ് 4. മോഡ് എ മൈനസ് സി മൾട്ടിപ്പിൾ ഓഫ് 4 ആണെങ്കിൽ എ സി ബിലോങ്സ് ടു ആർ. ഇങ്ങനെയാണ് നമ്മള് ആ ഒരു സ്റ്റെപ്പ് വൈസ് സ്റ്റെപ്പായിട്ട് നമ്മള് ഇത് എഴുതി വരും. ജനറലൈസ് ചെയ്ത് എഴുതുന്നത് ഇങ്ങനെയാണ്. അപ്പൊ എ ബി ബിലോങ്സ് ടു ആർ, ബി സി ബിലോങ്സ് ടു ആർ, വിച്ച് ഇംപ്ലൈസ് എ സി ബിലോങ്സ് ടു ആർ. എ സി റിലേഷനിലെ എലമെന്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? therefore ആർ ഈസ് ട്രാൻസിറ്റീവ്. ആറ് ട്രാൻസിറ്റീവ് ആണ്. അപ്പം ആറ് റിഫ്ലെക്സീവ് ആണ്, ആറ് സിമെട്രിക് ആണ്, ആറ് ട്രാൻസിറ്റീവ് ആണ്. therefore ആർ ഈസ് ആൻ ഇക്വലൻസ് റിലേഷൻ എന്ന് എഴുതി കൺക്ലൂഡ് ചെയ്യും. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ ചോദിച്ചിട്ടുണ്ടല്ലോ. ഇതിനകത്ത് 1ഉമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എലമെന്റ്സിന്റെ സെറ്റ്. 1ഉമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എലമെന്റ്സിന്റെ സെറ്റ് എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെയാ? ആ റിക്വയർഡ് സെറ്റ് എങ്ങനെ വരും? 1ഉമായിട്ട് റിലേറ്റ് ചെയ്ത എലമെന്റ്സിന്റെ സെറ്റ് എന്ന് പറയുമ്പോൾ എഴുതുമ്പോ എന്ത് വരണം? 1 മൈനസ് ആ നമ്പർ, അല്ലെങ്കിൽ ആ നമ്പർ മൈനസ് 1 എന്ന് പറയുന്നത് എന്തായിരിക്കണം? 0 ആയിരിക്കണം അല്ലെ? അപ്പൊ 1ഉമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ 1 മൈനസ് ആ നമ്പർ 0 വരണം. സോറി, 0 അല്ല, മൾട്ടിപ്പിൾ ഓഫ് 4 വരണം. അപ്പം 1 മൈനസ് ഏതൊക്കെ നമ്പേഴ്സ് ആണ് അതിന്റെ മോഡുലസ് എടുക്കുമ്പോഴാണ് മൾട്ടിപ്പിൾസ് ഓഫ് 4 വരുന്നത്. 1 മൈനസ് 1 കറക്റ്റ് അല്ലേ? 0 വരുന്നു. അപ്പം 1ഉമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു നമ്പർ, കാര്യം 1 ബിലോങ്സ് ടു ആർ ആണ്. ദെൻ 1 4 അല്ല, 1 5 ബിലോങ്സ് ടു ആർ വരത്തില്ലേ? കാര്യം 1 മൈനസ് 5 എന്ന് പറയുന്നത് മൈനസ് 4 മോഡുലസ് 4ന്റെ മൾട്ടിപ്പിൾ ആണ്. ദെൻ 1 9 വരത്തില്ലേ? ഇത്രയും നമ്പേഴ്സ് അല്ല വരത്തുള്ളൂ. അപ്പൊ 1ഉമായിട്ട് റിലേറ്റ് ചെയ്ത് ഏതൊക്കെയാ വരുന്നത്? 1 വരും, 5 വരും, 9 വരും. 1 5 9 സെറ്റ് 1 5 9 ഇസ് ദ റിക്വയർഡ് സെറ്റ്. ഇപ്പൊ 1ഉമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്പേഴ്സിന്റെ സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് 1 5 9. ക്ലിയർ ആയോ? ഇതിന്റെ സെക്കൻഡ് പാർട്ട് ക്വസ്റ്റിലേക്ക് വരാം. എന്തായിരുന്നു റിലേഷൻ പറഞ്ഞേക്കുന്നത്? ആർ ഇസ് ഈക്വൽ ടു ഓർഡേഡ് പെയർ എ ബി സച്ച് ദാറ്റ് എ ഈക്വൽ ടു ബി. നോക്കിയേ, റിലേഷൻ ഇതായിരുന്നു. ആർ ഇസ് ഈക്വൽ ടു ഓർഡേഡ് പെയർ എ ബി സച്ച് ദാറ്റ് എ ഈക്വൽ ടു. ഇത് വളരെ എളുപ്പമാണ്. അത് എഴുതാൻ റോസ് ഫോം എഴുതാൻ കുറച്ചുകൂടി എളുപ്പമാണ്. 0 0 1 1 2 2 3 3 ഇങ്ങനെ 13 എലമെന്റ്സ് മാത്രമേ വരത്തുള്ളൂ. അത് ജസ്റ്റ് വേണമെങ്കിൽ എഴുതി കാണിച്ച് നമുക്ക് വേണേ റോസ് ഫോമിൽ എഴുതിയിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്ത് പ്രൂവ് ചെയ്യാം. ഇവിടെ നമുക്ക് ആദ്യം നമ്മള് സിമെട്രിക്കിലേക്ക് വരികയാണ്. സോറി, സിമെട്രിക് അല്ല, റിഫ്ലെക്സീവ്. എ ഈക്വൽ ടു എ ആണ് അല്ലെ? എല്ലാ നമ്പേഴ്സും അതിന് ഈക്വൽ ആണ്. therefore നമുക്ക് എന്ത് പറയാം? എ ബിലോങ്സ് ടു ആർ for all A belongs to capital A. Therefore R is reflexive. അതുകൊണ്ട് R റിഫ്ലെക്സീവ് ആണ്. ഓക്കെ, R റിഫ്ലെക്സീവ് ആണെന്ന് കേട്ടി. ഇനി സിമെട്രിക്കിലേക്ക് വരാം. എ ബി ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് നമുക്ക് എങ്ങനെ എഴുതാം? എ ഈക്വൽ ടു ബി എന്ന് എഴുതിക്കൂടെ? എ ബി റിലേഷനിലെ എലമെന്റ് ആകണമെങ്കിൽ എ ഈക്വൽ ടു ബി ആണ്. വിച്ച് ഇംപ്ലൈസ് ബി ഈക്വൽ ടു എ എന്ന് എഴുതിക്കൂടെ? എ ബിക്ക് ഈക്വൽ ആണെങ്കിൽ ബി എന്തായിരിക്കും? എക്ക് ഈക്വൽ ആയിരിക്കും. ബി ഈക്വൽ ടു എ ആണെങ്കിൽ എന്താണ് കണ്ടീഷൻ? ബി എ ബിലോങ്സ് ടു ആർ ആയിരിക്കും. ഓക്കെ, അപ്പൊ എ ബി ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് ബി എ ബിലോങ്സ് ടു ആർ. therefore ആർ ഈസ് സിമെട്രിക്. ആർ സിമെട്രിക്. ഇനി ട്രാൻസിറ്റീവിലേക്ക് വരാം. ട്രാൻസിറ്റീവിലേക്ക് വരുമ്പോൾ എ ബി ബിലോങ്സ് ടു ആർ ആൻഡ് ബി സി ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് എ ബി ബിലോങ്സ് ടു ആർ ആണെങ്കിൽ എ ഈക്വൽ ടു ബി ആൻഡ് ബി ഈക്വൽ ടു സി. എ ഈക്വൽ ടു ബി ആൻഡ് ബി ഈക്വൽ ടു സി നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെ എഴുതാം? എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി എന്ന് എഴുതാം. ഇല്ലെങ്കിൽ ഡയറക്റ്റ് തന്നെ എ ഈക്വൽ ടു സി എന്ന് എഴുതാം അല്ലെ? എ ഈക്വൽ ടു ബി ആണ്, ബി ഈക്വൽ ടു സി ആണ്, അതുകൊണ്ട് എ ഈക്വൽ ടു സി ആണ്. വിച്ച് ഇംപ്ലൈസ് എ സി ബിലോങ്സ് ടു ആർ. എ സി റിലേഷണൽ എലമെന്റ് ആണ്. therefore ആർ ഈസ് ട്രാൻസിറ്റീവ്. ആർ ട്രാൻസിറ്റീവ് ആണ്.
ആറ് ട്രാൻസിറ്റീവ് ആണെങ്കിൽ നോക്കി, ആറ് റിഫ്ലെക്സീവ് ആണ്, ആറ് സിമെട്രിക് ആണ്, ആറ് ട്രാൻസിറ്റീവ് ആണ്. Therefore, the given relation R is an equivalence relation. ഇതൊരു ഇക്വലൻസ് റിലേഷൻ ആണെന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്, വണ്ണുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എലമെന്റ് ആണ്. എ ഈക്വൽ ടു എ എന്നേ വരുന്നുള്ളൂ. അപ്പൊ വണ്ണിന് ഈക്വൽ ആയിട്ടുള്ള ഏത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്? വണ്ണ് മാത്രമേ ഉള്ളൂ. അപ്പോ ദ റിക്വയർഡ് സെറ്റ് അല്ലെങ്കിൽ വണ്ണുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സെറ്റ്, വണ്ണുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എലമെന്റ്സുകളുടെ സെറ്റ് എന്ന് പറയുന്നത് സെറ്റ് 1 ആണ്. കിട്ടുന്നുണ്ടോ? അപ്പം ഇതായിരുന്നു ഇതിന്റെ സെക്കൻഡ് പാർട്ട് ക്വസ്റ്റിന്റെ ആൻസർ. ക്ലിയർ ആയല്ലോ? ഓക്കെ, 11th ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് 11th ക്വസ്റ്റ്യൻ പറയുന്നത്? Show that the relation R in the set A of points in a plane given by R is equal to set ordered pair PQ such that distance of the point P from the origin is same as the distance of the point Q from the origin is an equivalence relation. Further show that the set of all points related to a point P not equal to 0, 0 is a circle passing through P with the origin as center. Okay, ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞാല് എ എന്ന് പറയുന്ന ഒരു സെറ്റ്, എ എന്ന് പറയുന്ന സെറ്റ് എന്താണ് പറയുന്നത്? ഒരു പ്ലെയിനിലെ പോയിന്റ്സുകളുടെ കളക്ഷൻ ആണ്. അപ്പൊ അവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന റിലേഷൻ ആണ് എന്ത് ചെയ്യുന്നുണ്ട്? ഓർഡേർഡ് ബൈ പി ക്യൂ സച്ച് ദാറ്റ് ഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ് പി ഫ്രം ദ ഒറിജിൻ ഈസ് സെയിം ആസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ് ക്യൂ ഫ്രം ദ ഒറിജിൻ. എന്ന് വെച്ചാല് പി ക്യൂ ഈ പറഞ്ഞ റിലേഷനിലെ എലമെന്റ് ആവണമെങ്കിൽ ഒറിജിനിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസും ഒറിജിനിൽ നിന്ന് ക്യൂവിലേക്കുള്ള ഡിസ്റ്റൻസും സെയിം ആയിരിക്കണം. അതൊരു ഈക്വൽ റിലേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നതാണ്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. 11th ക്വസ്റ്റ്യൻ ആണ്. അപ്പോ അവിടെ നോക്കി, നമുക്കറിയാം ആ റിലേഷൻ എന്താ? ഓക്കെ, ഒ പി ഈക്വൽ ടു ഒ പി ആണ്. പി ഒരു പോയിന്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറയുന്നതാണ് ഒ പി ഈക്വൽ ടു ഒ പി. ഒ പി മീൻസ് ഒ ഒറിജിനും പി ഒരു പോയിന്റ്. Therefore, PP belongs to R for all P belongs to A. എ എന്ന് പറയുന്ന സെറ്റിലെ ഏതൊരു പോയിന്റ് പിക്കും ഒരു പോയിന്റിൽ നിന്ന് ആ പോയിന്റിലേക്ക് ഡിസ്റ്റൻസ് അതിപ്പോഴും സെയിം തന്നെ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? Therefore, R is reflexive. R reflexive. നോക്കാം, സിമെട്രിക്കിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇപ്പോ പി ക്യൂ ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് നമുക്ക് ഇങ്ങനെ എഴുതാം, ഒ പി ഈക്വൽ ടു ഒ ക്യൂ ആണ്. പി ക്യൂ റിലേഷനിലെ എലമെന്റ് ആകണമെങ്കിൽ ഒ പിയും ഒ ക്യൂയും ഈക്വൽ ആവണം. വിച്ച് ഇംപ്ലൈസ് നമുക്ക് എങ്ങനെ എഴുതാം? ഒ ക്യൂ ഈക്വൽ ടു ഒ പി എന്ന് എഴുതിക്കൂടെ? ഒ പി ഈക്വൽ ടു ഒ ക്യൂ ആണെങ്കിൽ ഒ ക്യൂ ഈക്വൽ ടു ഒ പി ആണ്. ദാറ്റ് ഈസ് ക്യൂ പി ബിലോങ്സ് ടു ആർ. Therefore, R is symmetric. ഇനി ട്രാൻസിറ്റീവിന്റെ കേസ് നോക്കാം. ട്രാൻസിറ്റീവിന്റെ കേസിലേക്ക് വരുമ്പോ പി ക്യൂ ബിലോങ്സ് ടു ആർ ആൻഡ് പി എസ് ബിലോങ്സ് ടു പി ക്യൂ ബിലോങ്സ് ടു ആർ ആൻഡ് പി എസ് ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് നമുക്ക് എങ്ങനെ എടുക്കാം? OP equal to OQ and OQ equal to OR. OR അല്ലല്ലോ OS അല്ലെ? OQ equal to OS. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ OP OQ ഈക്വൽ ആണ്, OQ OS ഈക്വൽ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? OQ അല്ല, OP equal to OS എന്ന് എഴുതിക്കൂടെ? OP OQ നും OQ OS നും ഈക്വൽ ആയതുകൊണ്ട് OP യും OS ഉം ഈക്വൽ ആയിരിക്കും. Which implies PS belongs to R, therefore R is transitive. R transitive ആണ് കിട്ടും. R reflexive ആയി, symmetric ആയി, transitive ആയി. Therefore, the given relation R is an equivalence relation എന്ന് എഴുതി കൺക്ലൂഡ് ചെയ്യും. ഓക്കെ, അത് കൂടുതൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഒറിജിനൽ അല്ലാത്ത മറ്റേതൊരു പോയിന്റ് ചൂസ് ചെയ്താലും അതുമായിട്ട് റിലേറ്റ് ചെയ്ത പോയിന്റ്സിന്റെ കളക്ഷൻ എന്ന് പറയുന്ന ഒരു സർക്കിൾ ആണ്, ഒറിജിൻ സെന്റർ ആയ സർക്കിൾ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കാം. അപ്പൊ ഇതാണ് കണ്ടീഷൻ പറയുന്നത്. അപ്പൊ നമ്മുടെ റിലേഷൻ എന്തുവായിരുന്നു? ഒറിജിനിൽ നിന്ന് ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്. ഞാനിവിടെ ഒരു പോയിന്റ് എക്സ് വൈ ചൂസ് ചെയ്യാണ്. അപ്പൊ എക്സ് വൈയുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ പോയിന്റ്സും, എക്സ് വൈയുമായിട്ട് റിലേറ്റ് ചെയ്ത പോയിന്റ്സുകളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഒറിജിൻ സെന്റർ ആയ ഒരു സർക്കിൾ ആണ്. ഈ പോയിന്റ് കൂടെ കടന്നു പോകുന്ന ഒരു സർക്കിൾ ആയിരിക്കും എന്ന് പ്രൂവ് ചെയ്യണം. എന്താണ് ഒരു സർക്കിൾ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് ഇക്വിഡിസ്റ്റന്റ് ഫ്രം എ ഫിക്സഡ് പോയിന്റ്. ഓക്കെ, അപ്പോ ഒറിജിൻ സെന്റർ ആക്കിക്കൊണ്ട് ഞാൻ
ഈ പോയിന്റ് റേഡിയസിൽ ഈ ഒരു ഡിസ്റ്റൻസ് റേഡിയസ് ആക്കി ഞാനൊരു സർക്കിൾ വരച്ചാൽ ആ പോയിന്റ്സ് ഉള്ള പ്രത്യേകത എന്തുവാ? ഒറിജിനിൽ നിന്നും ഈ എക്സ് വൈയിലേക്കുള്ള അതേ ഡിസ്റ്റൻസ് തന്നെയല്ലേ ഈ പോയിന്റ്സുകളിലേക്കെല്ലാം, അല്ലേ? അപ്പൊ എന്ന് പറഞ്ഞാൽ ഒറിജിനിൽ നിന്നും ഈ സർക്കംഫറൻസിലുള്ള എല്ലാ പോയിന്റ്സിലേക്കും ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. ഒറിജിനിൽ നിന്ന് ഈ പോയിന്റ്സിലേക്കെല്ലാം ഈക്വൽ ഡിസ്റ്റൻസ് ആണെങ്കിൽ ഈ പറഞ്ഞ പോയിന്റ്സുകളെല്ലാം ആ റിലേഷനകത്ത് വരുന്നതല്ലേ? അല്ലെങ്കിൽ ഈ എക്സ് വൈയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പോയിന്റ്, കാര്യം എക്സ് വൈക്ക് ഈക്വൽ ഡിസ്റ്റൻസ് ഉള്ള പോയിന്റ്സ് ആണ്, അല്ലെ? ഈ ഒരു പോയിന്റ് എക്സ് വൈ മീൻസ് ഞാൻ ഇവിടെ ഒരു പോയിന്റ് ഇപ്പൊ ജസ്റ്റ് പി ചൂസ് ചെയ്യും. എക്സ് വൈ മീൻ ഒരു പോയിന്റ്, ഒരു പേര് എക്സ് പിക്ക് അല്ല ഉദ്ദേശിക്കുന്ന ഒരു പോയിന്റ് പി. അപ്പം ഒറിജിനിൽ നിന്നും ഈ പിയിലേക്കുള്ള ഈ ഡിസ്റ്റൻസ് ഒറിജിൻ സെന്റർ ആക്കിക്കൊണ്ട് ഈ ഒ പി ഡിസ്റ്റൻസ് റേഡിയസ് ആക്കിക്കൊണ്ട് ഞാൻ സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ആ പറഞ്ഞ സർക്കിൾ പാസ് ചെയ്ത് പോകുന്ന ആ പോയിന്റ്സുകളെല്ലാം പിയുമായിട്ട് റിലേറ്റ് ആയിരിക്കും. കാര്യം എന്താ? ഇപ്പൊ ഇവിടെ ഒരു പോയിന്റ് ക്യൂവും ഇവിടെ ഒരു എസ് ആറോ എസ്ഒ ടിഒ ഒക്കെ വരികയാണെന്നിരിക്കട്ടെ. അപ്പൊ ഇവിടെ ഒ പി ഒ ക്യൂന് ഈക്വൽ ആണ്, അതുപോലെ ഒ പിക്ക് ഈക്വൽ ആണ് ഒ ആർ, ഒ പിക്ക് ഈക്വൽ ആണ് ഒ എസ്, ഒ പിക്ക് ഈക്വൽ ആണ് ഒ ടി, അല്ലെ? അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ ഈ പോയിന്റ്സുകളെല്ലാം എന്തുമായിട്ട് റിലേറ്റഡ് ആ? പി എന്ന് പറയുന്ന പോയിന്റ് റിലേറ്റഡ് ഇല്ലയോ? ആ പോയിന്റ്സുകളെല്ലാം എവിടെയാണ്? ഈ സെന്റർ, അതായത് ഒറിജിൻ സെന്റർ ആക്കിക്കൊണ്ട് ഈ ഡിസ്റ്റൻസ് റേഡിയസ് ആക്കി വരയ്ക്കുന്ന സർക്കിളാണ്. അപ്പൊ ആ റേഡിയസ് അവർ പറഞ്ഞിട്ടില്ലെങ്കിലും പോലും നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്? അപ്പം ഏതെങ്കിലും ഒരു, അതായത് ഒറിജിൻ അല്ലാത്ത മറ്റേതൊരു പോയിന്റ് ചൂസ് ചെയ്താലും ആ പോയിന്റുമായിട്ട് റിലേറ്റ് ചെയ്ത പോയിന്റ്സുകൾ എന്ന് പറയുന്നത് ഒറിജിൻ സെന്റർ ആക്കിക്കൊണ്ട് വരയ്ക്കുന്ന ഒരു സർക്കിളിലെ പോയിന്റ്സ് ആയിരിക്കും. ഓക്കെ, അത്രയും കൂടി എഴുതി ഈ ക്വസ്റ്റ്യൻ അവസാനിപ്പിക്കാം. ക്ലിയർ ആയോ? ഓക്കെ, 12th ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് 12th ക്വസ്റ്റ്യൻ പറയുന്നത്? Show that the relation are defined in a set A of all triangles as R is equal to ordered pair T1 T2 such that T1 is similar to T2 is equivalence relation. Consider three right angle triangles T1 with the sides 3, 4, 5, T2 with the sides 5, 12, 13 and T3 with sides 6, 8, 10. Which triangle among T1, T2 and T3 be related? ഓക്കെ, നോക്കി എന്താ ചോദിച്ചിരിക്കുന്നത്? ഒരു സെറ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് ആണ്. അവിടെ റിലേഷൻ പറയുന്നത് T1 T2 എലമെന്റ് ആകണമെങ്കിൽ T1 T2 സിമിലർ ആയിരിക്കണം. ഓക്കെ, ഇതാണ് റിലേഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ റിലേഷൻ പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഇതൊരു ഈക്വൽ റിലേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, 12th ക്വസ്റ്റ്യൻ. അപ്പൊ അവിടെ നമുക്ക് പറയാം എവരി ട്രയാങ്കിൾ ഈസ് സിമിലർ ടു ഇറ്റ് സെൽഫ്, അല്ലെ? അപ്പൊ ടി ഐ സിമിലർ ടു ടി ഐ, അല്ലെ? ടി ഐ സിമിലർ ടു ടി ഐ ആണ് ഫോർ ഓൾ ടി ഐ ബിലോങ്സ് ടു എ. അപ്പോ ഏതൊക്കെ ട്രയാങ്കിൾ ഉണ്ടോ അതിലെ എല്ലാ ട്രയാങ്കിളും അതിനോട് സിമിലർ ആണ്. ടി ഐ സിമിലർ ടു ടി ഐ ഇറ്റ് സെൽഫ്, അല്ലെ? ഏതൊരു ട്രയാങ്കിളും അതിനോട് സിമിലർ ആണ്. അപ്പൊ therefore ടി ഐ ബിലോങ്സ് ടു ആർ ഫോർ ഓൾ ടി ഐ ബിലോങ്സ് ടു എ. therefore ആർ ഈസ് റിഫ്ലെക്സീവ്. അതുകൊണ്ട് ആറ് റിഫ്ലെക്സീവ് ആണ്. ഓക്കെ, ഇനി സിമെട്രിക്കിന്റെ കേസിലേക്ക് വരുവാണെങ്കിൽ T1 T2 belongs to R implies T1 T2 റിലേഷണൽ എലമെന്റ് ആണെങ്കിൽ എന്താ കണ്ടീഷൻ? T1 സിമിലർ ടു T2. T1 T2 സിമിലർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? T2 സിമിലർ ടു T1 എന്ന് പറഞ്ഞൂടെ? T2 T1 സിമിലർ ആണെങ്കിൽ T2 T1 belongs to R. But T1 T2 belongs to R implies T2 T1 belongs to R. Therefore R is symmetric. ഓക്കെ, അടുത്തത് ട്രാൻസിറ്റീവിലേക്ക് വരാം. T1 T2 belongs to R and T2 T3 belongs to R implies എന്ത് വരും? T1 T2 belongs to R ആണെങ്കിൽ T1 similar to T2 and T2 similar to T3. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? T1 similar to T2 similar to T3 ആണ്. which implies T1 similar to T3 വരും. T1 T3 belongs to R. Therefore R is transitive. R transitive ആണ്. R reflexive ആണ്, symmetric ആണ്, transitive ആണ്. So the given relation is an equivalence relation. ഓക്കെ ആണല്ലോ? അപ്പൊ ആ ഒരു സെക്ഷൻ കഴിയും. പിന്നെന്താ പറഞ്ഞേക്കുന്നത്? അവിടെ ഒരു 3 റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൊടുത്തിട്ടുണ്ട്. ഡിഫറെന്റ് സൈഡ്സ് വരുന്നത്. ഫസ്റ്റ് ട്രയാംഗിൾ എന്ന് പറയുമ്പോൾ 3, 4, 5 ആണ്. സെക്കൻഡ് എന്ന് പറയുന്നത് 5, 12, 13 ആണ്. തേർഡ് എന്ന് പറയുന്നത് 6, 8, 10 ആണ്. ഇത് T1, T2, T3 എന്ന് പറയുന്നത് 3 ട്രയാംഗിൾസ് ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്നു. ഇതിനകത്ത് ഏതൊക്കെയാണ് റിലേഷൻ?
അപ്പൊ ഇതിനകത്ത് റിലേഷൻ ഉണ്ടെങ്കിൽ ഇവ സിമിലർ ആയിരിക്കണം. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് സിമിലർ ട്രയാങ്കിൾസിനെ കുറിച്ച്. സിമിലർ ട്രയാങ്കിൾസ് പറയണമെങ്കിൽ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ അവയുടെ സൈഡ്സ് പ്രൊപ്പോർഷണൽ ആയിരിക്കണം. ഇവിടെ സൈഡ്സ് എന്നതുകൊണ്ടാണ് പറയുന്നത് സൈഡ്സ് പ്രൊപ്പോർഷണൽ ആയിരിക്കണം. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ ഏതൊക്കെ സൈഡ്സ് ആണ് പ്രൊപ്പോർഷണൽ വരുന്നത്? 3, 4, 5 പ്രൊപ്പോർഷണൽ ആണോ? 5, 12, 13 അല്ലല്ലോ, റേഷ്യോ വ്യത്യാസമുണ്ട്. പക്ഷെ 3, 4, 5 6, 8, 10 പ്രൊപ്പോർഷണൽ ആണ്, സെയിം റേഷ്യോ ആണ്. അതായത് 3, 4, 5 ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് തേർഡ് ട്രയാങ്കിളിന്റെ സൈഡ്സ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? therefore T1 ആൻഡ് T3 ആർ റിലേറ്റഡ്. T1, T3 എന്തായിരിക്കും? ആ റിലേഷനിലെ എലമെന്റ് ആയിരിക്കും. പിടി കിട്ടുന്നുണ്ടോ? അപ്പൊ ഇവിടെ ഏതൊക്കെ ട്രയാങ്കിൾസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? the sides of T1 ആൻഡ് T3 ആർ proportional, therefore T1 is related to T3. ഓക്കെ ആണല്ലോ? അപ്പം അത്രയും കാര്യങ്ങളാണ് ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പറയുന്നത്. പിടികിട്ടിയോ? അപ്പം ഇന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇതിന്റെ തുടർന്നുള്ള ഭാഗങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.